പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേരെ മൗനങ്ങളുടെ കുമ്പസാരം നടത്തുന്നതിന് പകരം പ്രതിരോധത്തിന്റെ പുതിയ സമരീതികൾ നാം പരീക്ഷിക്കാത്തത് എന്തുകൊണ്ട്? പ്രവാസിയുടെ കനലെരിയുന്ന വഴികളിലൂടെ നമുക്ക് കടന്നു ചെല്ലാം. പ്രവാസജാലകത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഗൾഫിലെ ഭാര്യമാർ അവരെത്ര ഭാഗ്യവാന്മാർ, ഈ വിഷയത്തിൽ തറവാട് കുടുംബ കൂട്ടായ്മ നടത്തിയ സംവാദത്തിലേക്ക്. ഇവിടുത്തെ ഭാര്യമാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോൺ ചെയ്യേണ്ടി വരുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ചെയ്യേണ്ടി വരുന്നത് വീട്ടിലിരിക്കുന്ന ഭാര്യമാർക്ക് പൊതുവേ വർത്തമാനം പറയാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. കൂടുതൽ ഇഷ്ടമായിരിക്കും, വർത്തമാനം പറയാൻ ആളില്ല, അതുകൊണ്ടാണോ? അതിനിതുവരെ എന്റെ ഭർത്താവിന് പരാതിയൊന്നും ഉണ്ടായിട്ടില്ല. പരാതിപ്പെട്ട ഭർത്താക്കന്മാരെങ്കിലും ഉണ്ട്? ആർക്കും പരാതിയില്ലേ? എല്ലാവരും ഭാര്യമാരും തന്നെ ഭർത്താക്കന്മാരും ഫോൺ വിളിക്കുന്നുണ്ട്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നു, ഭാര്യമാർ വീട്ടിൽ നിന്ന് വിളിക്കുന്നു, അല്ലാതെ എല്ലാവരും വിളിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഭാര്യമാര് വിളിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ പറയുന്നത്, പൊതുവെ ഭാര്യമാര് വിളിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞല്ലോ എന്റെ ഭാര്യ വല്ലാതെ ഫോൺ ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ? വീട്ടിൽ ഇരിക്കുമ്പം പുറത്തുള്ള പല കാര്യങ്ങളും അറിയാൻ ഫ്രണ്ട്സിനെ വിളിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഫോൺ വിളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഭർത്താവിനെ അത്രയും പൈസയോടെ ലാഭിക്കാമെന്ന് വെച്ച് നമ്മൾ വീട്ടിലിരുന്ന ഒരു കാര്യങ്ങളും നമ്മൾ അറിയത്തുമില്ല. പിന്നെ വീട്ടിലിരുന്ന് മറിച്ചു പോകത്തേ ഉള്ളൂ. ഇവിടുത്തെ ഭാര്യമാർക്ക് ഒരു പൊതുവായിട്ട് ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു പരാതി പറയാനുള്ളത്, കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തില് എങ്ങനെയാണ് നിങ്ങൾ? നമ്മളെ വെറുതെ ഒരു ഭാര്യയിലെ ജയറാമിനെ പോലെയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്നെ പോലുള്ള ഭർത്താവിനെ കിട്ടിയതിന് ഭാഗ്യവതിയാണ് എന്റെ ഭാര്യ. വന്നപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇവിടെ വരുമ്പോഴും പാചകങ്ങളും കാര്യങ്ങളൊക്കെ അമ്മയിൽ നിന്നും വാങ്ങിയിട്ടാണ് ഞാൻ ഭാര്യ പഠിപ്പിച്ചു കൊടുത്തതും പിന്നീട് സ്വന്തമായിട്ട് ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. സത്യം, വീട്ടിലെ അതിഥികൾ വരികയാണെങ്കിൽ പോലും എന്റെ ഡ്യൂട്ടിയാണ് ആഹാരം ഉണ്ടാക്കുക എന്നുള്ളത്. ഹസ്ബൻഡ് മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ സഹായിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ജോലിക്ക് പോകുന്നവരെ ഭർത്താക്കന്മാർ സഹായിക്കേണ്ട, എന്നെയും കൂടെ സഹായിച്ചിരുന്നെങ്കിൽ. ജോലിക്ക് പോകുന്ന ഭാര്യമാരെയാണെങ്കിൽ സഹായിക്കണം. എന്റെ ഹസ്ബൻഡ്, ഞാൻ ഹൗസ് വൈഫാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടാറുണ്ട്. ഹൗസ് വൈഫിന് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, ഭാഗ്യവതികൾ തന്നെയാണെന്നാണോ ജ്യോതിരഭിപ്രായം? ഒരു പരിധി വരെ. ഒരു പരിധി വരെ. എന്തൊക്കെയാണ് മിസ്സാവുന്നത്? എന്തെങ്കിലും ഇവിടെ മിസ്സാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? മിസ്സാവുന്ന പൊതുവെ ഹോം സിക്നെസ് വളരെ തോന്നാറുണ്ട്. അച്ഛനമ്മമാരെ വിട്ട് വരുമ്പോ ആ ഒരു വലിയ ഫീലിംഗ് തോന്നാറുണ്ട്. സ്വാതന്ത്ര്യം ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? സ്വാതന്ത്ര്യം അത് അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത് കൊണ്ട് എനിക്ക് അത്ര ഫീലിംഗ് തോന്നാറില്ല. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി എന്നല്ല പറയുന്നത്, ഞാൻ വീട്ടിൽ ഒരു സഹായം ചെയ്യാറില്ല. അത് ഇവിടെ പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പെണ്ണുങ്ങളെ കുറിച്ച് ഞാൻ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അവളും ജോലി ചെയ്യുന്നുണ്ട്, ഞാനും ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്, രാത്രിയാവാൻ വരാൻ.